ഹലോ കൂട്ടുകാരെ, നമ്മുടെ മോമി മൊമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓവുലേഷൻ ടൈമിങ്ങിൽ എഗ്ഗും സ്പേമും കണ്ടുമുട്ടിയാൽ നെക്സ്റ്റ് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ എന്താണ് ഓവുലേഷൻ, അതെങ്ങനെയാണ് നടക്കുന്നത്, ഓവുലേഷൻ ഡേറ്റ് എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർ പീരിയഡ്സ് കഴിഞ്ഞ് ഓവുലേഷൻ ഡേറ്റ് കണ്ടെത്തി ബന്ധപ്പെടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഈ എഗ്ഗും സ്പേമും തമ്മിൽ കണ്ടുമുട്ടിയാൽ ഓവുലേഷൻ തന്നെ നടക്കത്തുള്ളൂ. ഓവുലേഷൻ നടന്നാലേ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളൂ. ഞാനിത് ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമുക്കിടയിൽ ഇപ്പോഴും അറിയാത്തവരായി ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് എഗ്ഗും സ്പേമും കണ്ടുമുട്ടി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഫെർട്ടിലൈസേഷനാണ്. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷ ബീജകോശവും സ്ത്രീ ബീജകോശവും അതായത് സ്പേമും എഗ്ഗും തമ്മിൽ സംയോജിച്ച് ഒരു സൈഗോട്ട് എന്ന ഒറ്റ കോശമായി രൂപപ്പെടുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം, അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഫെലോപ്പിയൻ ട്യൂബിലാണ് സംഭവിക്കുന്നത്. അതായത് ഓവുലേഷൻ ടൈമിങ്ങിൽ നമ്മളുടെ എഗ്ഗ് അവിടെ കാത്തു നിൽക്കുകയായിരിക്കും ഈ ബീജത്തിനെ വഹിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഈ ബീജം മുട്ടയുടെ പുറംപാളിയിലേക്ക്, അതായത് നമ്മുടെ എഗ്ഗിൻ്റെ പുറംപാളിയിലേക്ക് തുളച്ചു കയറുകയും അതിൻ്റെ ജനിതക വസ്തുക്കൾ മുട്ടയുമായി സംയോജിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവുലേഷൻ ടൈമിൽ അണ്ഡാശയം ഒരു പക്വമായ അണ്ടത്തെ അല്ലെങ്കിൽ എഗ്ഗിനെ പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. അത് ഫെലോപ്പിയൻ ട്യൂബ് വഴി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എഗ്ഗ് ഒരു സ്പേം കണ്ടു കഴിഞ്ഞാൽ ബീജം അണ്ടത്തിൻ്റെ പുറംപാളിയിലേക്ക് സാധാരണയായി സോണ പെല്ലുസിഡിലേക്ക് തുളച്ചു കയറുന്നു. അതിനുശേഷം അവ ഒന്നായി ന്യൂക്ലിയസുകളായി സംയോജിച്ച് ഒരു സൈഗോട്ട് അവിടെ രൂപപ്പെടുന്നു. ഇതൊരു പുതിയ ജീവൻ്റെ ആദ്യ കോശമാണ്. ഞാനിവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു രൂപം കിട്ടും, എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നുള്ളതിൻ്റെ. While you release only a single egg each month, your partner releases millions of sperm in a single ejaculation, all with an eye on that single prize. But only one of those sperm will be crowned the victor. As soon as one lucky sperm cell succeeds in penetrating the egg immediately undergoes a chemical reaction that prevents other sperm cells from following suit. Then, the chromosomes carried by the sperm and egg come together, and the egg is officially fertilized. The fertilized egg then begins a rapid descent to the uterus. Over the next 7 days, the human embryo undergoes multiple cell divisions in a process called mitosis. At the end of this transition period, the embryo becomes a mass of very organized cells, called a blastocyst. Once the embryo reaches the blastocyst stage, approximately 5 to 6 days after fertilization, it breaks out of its protective covering and begins the process of implantation in the uterus. To find out how your baby grows and develops each month, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണ്, ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നു, പിന്നെ അവിടെ ഭ്രൂണ വികസനം നടക്കുന്നു. അപ്പോൾ എന്താണ് ഇംപ്ലാന്റേഷൻ? അതായത് ഈ സൈഗോട്ട് ഫെലോപ്പിയൻ ട്യൂബിലൂടെ താഴേക്ക് സഞ്ചരിച്ച് ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അത് ഗർഭാശയ പാളിയിൽ, അതായത് എൻഡോമെട്രിയത്തിൽ സ്ഥാപിക്കുന്നു. അതിനുശേഷം സൈഗോട്ട് വിഭജിക്കാനും വേർതിരിക്കാനും തുടങ്ങുന്നു. ഒരു ഭ്രൂണമായും ഒടുവിൽ ഒരു ഗർഭപിണ്ഡമായും വികസിക്കുന്നു. അപ്പോൾ ഈ എഗ്ഗും സ്പേമും തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞ് അവ രണ്ടുപേരും കൂടെ സംയോജിച്ച് കഴിയുമ്പോൾ ഇത് 46 ക്രോമോസോമുകളായിട്ട് വേർതിരിയുന്നു. അതായത് 46 ക്രോമോസോമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എഗ്ഗ് എന്ന് പറയുമ്പോൾ 23 ക്രോമോസോമുകളും സ്പേം എന്ന് പറയുമ്പോൾ 23 ക്രോമോസോമുകളും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സംയോജിച്ച് 46 ക്രോമോസോമുകളായി മാറി സൈഗോട്ടിൽ എത്തിപ്പെട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുക. ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് നിങ്ങളുടെ സൈക്കിൾ നോക്കി ഏതൊക്കെ ദിവസമാണ് ഓവുലേഷൻ എന്ന് കണ്ടുപിടിച്ച്, ഞാനത് ഇതിനു മുന്നേ ഒരു വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് ഓവുലേഷൻ ടൈമിങ്ങിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പാർട്ട്ണറുമായിട്ട്. അതിനുശേഷം കോൺടാക്റ്റായി ഈ നമ്മുടെ സ്പേമും എഗ്ഗും തമ്മിൽ സംയോജിച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും, നിങ്ങളൊരമ്മയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്ത എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഓളെന്ന് പറയുന്നൊരു ഓപ്ഷനും വയ്ക്കുക. അപ്പോൾ ഞാൻ അടുത്ത ഓരോ യൂസ്ഫുള്ളായിട്ടുള്ള ഓരോരോ ഡൗട്ട്സ്, ഓവുലേഷനും ഇനി എങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെ ബന്ധപ്പെടണം, എങ്ങനെ ഓവുലേഷന് കണ്ടെത്താം, ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുമ്പോൾ എളുപ്പമായിരിക്കും അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.